ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും എന്നൊരു വചനം നമ്മൾ കാണുകയാണ്. ഇത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാത്തിരിപ്പിൻ്റെ അവസാനം, വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് സ്നാപകൻ ജനിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ കാരുണ്യം അവനിലേക്ക് ലഭിക്കുകയാണ്. ആ വൃദ്ധ ദമ്പതികളിലേക്ക് സ്വർഗം അവരുടെ കാർമേഘം മാറ്റിക്കൊടുക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ നേരെ മഴവില്ല് മാറുകയാണ്. പറയുകയാണ്, കർത്താവിൻ്റെ മുമ്പിൽ വലിയവനായിരിക്കും. സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ മുമ്പിൽ മക്കളെ വലിയവരാക്കാനുള്ള പരിശ്രമത്തിലാണ് നാം. ലോകത്തിൻ്റെ മുമ്പിൽ വലിയവരാകുന്ന വ്യക്തികളാണ് അവർ. ടാറ്റയ്ക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവർ, ബിർളയ്ക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവർ, വലിയവരുടെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ മക്കൾ. എന്നാൽ സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടവരാണോ നിൻ്റെ മകൻ, നിൻ്റെ മകൾ? നീ സ്വർഗത്തിന് പ്രിയപ്പെട്ടവനല്ലെങ്കിൽ, നീ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ, പിന്നെ നീ ആർക്ക് പ്രിയപ്പെട്ടവനായാൽ എന്ത് ഗുണം, എന്ത് മെച്ചം? സ്വർഗത്തിൽ നിന്ന് ഒരുപാട് അകലെയും മനുഷ്യർക്ക് ഒരുപാട് അടുപ്പവും ഉള്ള ജീവിതങ്ങളായി മാറാതെ സ്വർഗത്തിന്, മനുഷ്യരിൽ നിന്ന് അല്പം അകലെ നിന്നോട്ടെ, സ്വർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നു എന്നതിനാണ് സ്വർഗം വിലമതിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.